ഓഗസ്റ്റ് മാസം 20-ാം തീയതി വോയേജർ 2-ഉം സെപ്റ്റംബർ മാസം 5-ാം തീയതി വോയേജർ 1-ഉം വിക്ഷേപിക്കപ്പെട്ടു. വോയേജർ മനുഷ്യൻ അന്നേ വരെ നിർമ്മിച്ചിട്ടില്ലാത്ത അത്ഭുതകരമായ പേടകം. അവൻ ഭൂമി വിട്ട് പോവുകയാണ്. ഇനി ഒരിക്കലും മടക്കമില്ലാത്ത യാത്രയ്ക്കായി. നമ്മുടെ ഗ്രഹങ്ങളെയെല്ലാം പിന്നിട്ട്, സൂര്യപ്രകാശത്തിൻ്റെ ശൂന്യതയെപ്പോലും പിന്നിട്ട്, സൂര്യൻ്റെ സ്വാധീന മേഖലയും കടന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ജിജ്ഞാസയുടെ രൂപവും നമ്മുടെ സ്വപ്നങ്ങളുടെ ശബ്ദവുമായി നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്ന സന്ദേശവും വഹിച്ചുകൊണ്ട് മറ്റു നക്ഷത്ര സമൂഹങ്ങളിലേക്ക്. ഓഗസ്റ്റ് മാസം 20-ാം തീയതി മനുഷ്യരാശിയുടെ ബഹിരാകാശ ചരിത്രത്തിലെ ഐതിഹാസിക ദിനം. തിളക്കമുള്ള വെയിലുള്ള ഒരു ദിവസം. കേപ്പ് കാനാവറൽ ബഹിരാകാശ കേന്ദ്രത്തിൽ ടൈറ്റൻ 3E റോക്കറ്റ് വിക്ഷേപണത്തട്ടിൽ തയ്യാറായി നിൽക്കുന്നു. 4, 3, 2, 1. We have ignition and we have liftoff. യുറാനസിലും നെപ്റ്റ്യൂണിലും എത്തുവാൻ വിധിക്കപ്പെട്ട മനുഷ്യരാശിയുടെ ആദ്യത്തെ ദൂതനായി മാറുവാനുള്ള പേടകമാണ് ഇതിൻ്റെ പേലോഡ്. ഇത് വോയേജർ 2 ആണ്. ഒരു യഥാർത്ഥ പ്രപഞ്ചയാത്ര. വർഷങ്ങളോളം നീണ്ട യാത്രയും ശൂന്യമായ തണുത്ത ഇരുണ്ട ബഹിരാകാശത്തിലൂടെയുള്ള കോടിക്കണക്കിന് മൈലുകളും മുന്നിലുണ്ട്. മൊത്തം 2 വോയേജറുകളായിരുന്നു ഉണ്ടായിരുന്നത്. വാസ്തവത്തിൽ വോയേജർ 2 ആണ് ആദ്യം വിക്ഷേപിച്ചത്. വീണ്ടും 16 ദിവസങ്ങൾക്ക് ശേഷം വോയേജർ 1-ഉം. ഇതൊരു തെറ്റായിരുന്നില്ല. നാസ വിഭാവനം ചെയ്ത മഹത്തായതും അസാധാരണമാംവിധം സങ്കീർണവുമായ ഒരു തന്ത്രപരമായ പദ്ധതിയുടെ ഭാഗമായിരുന്നു അത്. അതിന് പിന്നിലുള്ള ബുദ്ധി നമ്മൾ ഉടനെ തന്നെ മനസ്സിലാക്കും. എന്നാൽ എന്തിനാണ് ഇത്രയും ദൂരത്തേക്ക് പോകുന്നത്? കോടിക്കണക്കിന് ഡോളർ ചിലവഴിക്കുന്നത്? ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളിക്കുന്നത്? ഒന്നാമത്തെ ലക്ഷ്യം വ്യാഴം, ശനി, അവയുടെ ഉപഗ്രഹങ്ങൾ, വലയങ്ങൾ, അന്തരീക്ഷങ്ങൾ, കാന്തിക മണ്ഡലങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം പഠിക്കുക എന്നത് തന്നെയാണ്. ഈ വാതക ഭീമന്മാർ എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു, അവ അയൽക്കാരുമായി എങ്ങനെ ഇടപഴകുന്നു എന്ന് മനസ്സിലാക്കുക. ഇത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. ഈ ഭീമന്മാരായ പുറം ഗ്രഹങ്ങളാണ് സൗരയൂഥത്തിൻ്റെ ശില്പികൾ. അവയുടെ ഭീമൻ മാസ് ദശലക്ഷക്കണക്കിന് വസ്തുക്കളുടെ ഭ്രമണപഥങ്ങളെ നിയന്ത്രിക്കുന്നു. ഒരു വാൽനക്ഷത്രം എവിടെയായിരിക്കും കടന്നു പോകേണ്ടത്? ഒരു ചിഹ്നഗ്രഹം എപ്പോഴാണ് പതിക്കേണ്ടത്? അതോ അത് പതിക്കണമോ? പലപ്പോഴും ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവരാണ്. ഇവരുടെ ഗുരുത്വാകർഷണ ബലത്തിന് ഒന്നെങ്കിൽ സ്ഥിരത നൽകുവാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ സൗരയൂഥത്തെ തന്നെ നശിപ്പിക്കുവാനും സാധിക്കും. ഭീമന്മാരെക്കാൾ കൗതുകകരമാണ് ഇവരുടെ ഉപഗ്രഹങ്ങൾ. അഗ്നിപർവ്വതങ്ങളും ഗെയ്സറുകളും ഉപരിതലത്തിന് താഴെയുള്ള സമുദ്രങ്ങളും ഒരുപക്ഷെ ജീവനും ഉള്ള പൂർണ്ണമായ ലോകങ്ങളാണ് ഇവയിൽ ചിലത് എന്ന് നമുക്ക് ഇന്നറിയാം. എന്നാൽ 1970-കളിൽ ശാസ്ത്രജ്ഞന്മാർക്ക് ഇതിനെക്കുറിച്ച് ചെറിയ സംശയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാതക ഭീമന്മാരുടെ ഉപഗ്രഹങ്ങൾ ഉൽക്കകൾ പതിച്ച് കുഴിഞ്ഞ തണുത്തുറഞ്ഞ കഷ്ണങ്ങളായി മാത്രമായിരുന്നു കാണപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഒട്ടും പ്രാധാന്യമില്ലാത്തവയായിട്ടാണ് അന്ന് അവയെ തോന്നിയിരുന്നത്. ആഴത്തിലുള്ള ബഹിരാകാശത്ത് ഈ ബഹിരാകാശ പേടകങ്ങൾ എങ്ങനെ പെരുമാറും? സിസ്റ്റങ്ങൾ എത്ര നാൾ നിലനിൽക്കും? കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം അവയ്ക്ക് ബന്ധം നിലനിർത്തുവാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു എഞ്ചിനീയറിംഗ് വെല്ലുവിളിയും ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് ആരും ഇതുപോലെ പരീക്ഷിച്ചിട്ടേയില്ല. എന്നാൽ ആ ദിവസം വന്നു. അത് ദൗത്യസംഘത്തിന് മണിക്കൂറുകളോളം കടുത്ത സമ്മർദ്ദം നൽകി. സെൻഡോർ അപ്പർ സ്റ്റേജ് വോയേജർ 2-വുമായി വിജയകരമായി ഭ്രമണപഥത്തിലെത്തി. ആദ്യഘട്ടം അങ്ങനെ പൂർത്തിയായി. ഇനി നിർണായകമായ ഘട്ടമാണ്. പേടകത്തെ വ്യാഴത്തിലേക്ക് അയക്കുന്നതിനുള്ള കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ഊർജ്ജസ്വലമായ ഒരു തള്ളൽ. വിക്ഷേപണത്തിന് 71 മിനിറ്റുകൾക്ക് ശേഷം സെൻഡോർ സ്റ്റേജ് ബൂസ്റ്ററിൽ നിന്നും വേർതിരിയാൻ തുടങ്ങി. ആ നിമിഷം എല്ലാം ഒരു നൂലിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. വേർപിരിയൽ തുടങ്ങുമ്പോൾ മോഷൻ കൺട്രോൾ സബ്സിസ്റ്റമായ AACS കണക്കുകൂട്ടലുകളിൽ ചെറിയ പിഴവ് വരുത്തി. വേർപിരിയൽ നേരത്തെ തന്നെ സംഭവിച്ചതായി അനുമാനിക്കുകയും ദിശാബോധം നഷ്ടപ്പെട്ടതായി കണക്കാക്കുകയും ചെയ്തു. ഇത് ബാക്കപ്പ് ഗൈഡ് സിസ്റ്റത്തിലേക്ക് മാറി. ഇതൊരു നല്ല വാർത്തയായിരുന്നില്ല. ബാക്കപ്പ് സിസ്റ്റം ഒരുതരം സുരക്ഷിത മോഡ് പോലെയാണ് പ്രവർത്തിക്കുന്നത്, ധാരാളം നിയന്ത്രണങ്ങളോടുകൂടി തന്നെ. മൊത്തത്തിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ആയിരുന്നില്ല സംഭവിച്ചത്.
ഭാഗ്യവച്ചാൽ സെന്റോർ മൊഡ്യൂളിൽ സ്വയം നിയന്ത്രണ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് ശരിയായി പ്രവർത്തിച്ചു. ആ നിർണായക നിമിഷങ്ങളിൽ അത് സ്വയം പിശക് തിരുത്തി. വോയേജർ വേർപിരിയലിന് കൃത്യസമയത്ത് ദിശാബോധം സ്ഥിരപ്പെടുത്തി. എല്ലാം ഒതുങ്ങിയതായി തോന്നി. പക്ഷേ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ ആരും അന്ന് വിശ്രമിക്കാൻ ധൈര്യപ്പെട്ടില്ല. കാരണം ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നുമില്ല. പേടകം ഇപ്പോഴും അതിൻ്റെ പാർക്കിംഗ് ഓർബിറ്റിൽ നിന്ന് പുറത്തു കടന്ന് വ്യാഴത്തിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. വേർപിരിഞ്ഞ നിമിഷങ്ങൾക്കകം തന്നെ വോയേജർ 2 അതിൻ്റെ സോളിഡ് ഫ്യൂവൽ സ്റ്റാർ 37E എഞ്ചിൻ ജ്വലിപ്പിച്ചു. ശക്തമായ ഒരു തള്ളൽ പേടകത്തെ ത്വരിതപ്പെടുത്തി. ആ 45 സെക്കൻഡുകൾ ദൗത്യസംഘത്തിന് ഒരു യുഗം പോലെയാണ് കടന്നുപോയത്. 43, 44, 45 എഞ്ചിൻ കട്ട് ഓഫായി. അവസാന വേഗത 10 മീറ്റർ/സെക്കൻഡ്. ഉപഗ്രഹങ്ങളും ISSഉം ഭൂമിയെ ചുറ്റുന്ന വേഗതയുടെ ഏകദേശം ഇരട്ടി വേഗത. പാത ശരിയായി വന്നു. പക്ഷേ ആർക്കും ആശ്വസിക്കുവാൻ സാധിച്ചില്ല. അപ്രതീക്ഷിതമായ പല മിസ്റ്റേക്കുകളും സംഭവിച്ചു. പേടകം ഭൂമിയിൽ നിന്നും വളരെ അകലെയായിരിക്കുമ്പോൾ സജീവമാകാൻ രൂപകൽപ്പന ചെയ്യപ്പെട്ട സംവിധാനങ്ങളെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അബദ്ധവച്ചാൽ ട്രിഗർ ചെയ്യപ്പെട്ടു. 1.5 മണിക്കൂറോളം പേടകം സ്വയം സ്ഥിരപ്പെടുത്തുവാൻ പാടുപെട്ടു. അല്പം ഇന്ധനം ഉപയോഗിച്ച് അത് ആന്റിനയെ ഭൂമിയിലേക്ക് ശ്രദ്ധയോടെ ക്രമീകരിച്ചു. ഒടുവിൽ ഓൺബോർഡ് അൽഗോരിതം ദിശാബോധം സ്ഥിരമാണെന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ടും സിസ്റ്റം സ്റ്റാറ്റസ് ഡേറ്റ ആശങ്കകൾ ഉണർത്തി. നിർദ്ദിഷ്ട ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്ന പ്ലാറ്റ്ഫോം ശരിയായി വിന്യസിപ്പിച്ചിട്ടില്ല എന്ന് അത് സൂചിപ്പിച്ചു. ഭാഗ്യവച്ചാൽ അതൊരു തെറ്റായ അലാറമായിരുന്നു. ഒരു തകരാറുള്ള സെൻസർ ആയിരുന്നു കുറ്റക്കാരൻ. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. 2 ആഴ്ചകൾക്ക് ശേഷം ഇതെല്ലാം വീണ്ടും സംഭവിച്ചു. അതായത് ഇപ്പോൾ സംഭവിച്ച ഈ പ്രശ്നങ്ങളെല്ലാം വീണ്ടും സംഭവിച്ചു. 1977 സെപ്റ്റംബർ 5 അതേ കേപ്പ് കനാവറൽ, ഏകദേശം അതേ പേലോഡ് വഹിക്കുന്ന അതേ തരം റോക്കറ്റ് വോയേജർ 1 വിക്ഷേപണത്തിന് തയ്യാറായി. ടൈറ്റൻ 3E റോക്കറ്റ് ആകാശത്തേക്ക് കുതിച്ചുയർന്നു. പക്ഷേ അതിൻ്റെ 2ാം ഘട്ടത്തിൽ LR-91 എഞ്ചിൻ ഷെഡ്യൂൾ ചെയ്തതിലും നേരത്തെ ഓഫായി. ദൗത്യം രക്ഷിക്കുവാൻ ഒരു ഘട്ടം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. സെന്റോർ കമാൻഡ് നൽകി. സെന്റോർ ഒറ്റയ്ക്ക് മുഴുവൻ ഭാരവും വഹിച്ചു. അത് വിജയിച്ചു. ടാങ്ക് ഏകദേശം പൂർണ്ണമായും കത്തിച്ചു. 3.4 സെക്കൻഡ് പ്രൊപ്പലൻ്റ് മാത്രം അവശേഷിച്ചിരുന്നുള്ളൂ. അടുത്ത ആഴ്ചകളിലെ യാത്ര താരതമ്യേന സുഗമമായിരുന്നു. മറ്റൊരു ഹൃദയമിടിപ്പ് നിലയ്ക്കുന്ന നാടകം നടക്കുന്നതുവരെ. പക്ഷേ ഇത്തവണ സന്തോഷം കൊണ്ടായിരുന്നു. 1977 സെപ്റ്റംബർ 18 വിക്ഷേപിച്ച് 13 ദിവസങ്ങൾക്ക് ശേഷം JPL എഞ്ചിനീയർമാർ വോയേജർ 1 അതിൻ്റെ ക്യാമറ പ്ലാറ്റ്ഫോം സ്വന്തം വീടായ ഭൂമിയിലേക്ക് തിരിക്കുവാൻ കമാൻഡ് ചെയ്തു. പേടകം പ്ലാറ്റ്ഫോം സാവധാനം കറക്കി. ക്യാമറ ലെൻസ് ഒരു ജോഡിയെ പിടിച്ചെടുത്തു. ഭൂമിയും ചന്ദ്രനും. ചരിത്രത്തിൽ ആദ്യമായി ഭൂമിയും ചന്ദ്രനും ഒരുമിച്ച് കാണിക്കുന്ന ഒരു ചിത്രം ഒറ്റ ഫ്രെയിമിൽ പകർത്തുക. അതോടൊപ്പം തന്നെ ക്യാമറകളും മറ്റ് നിർണായക സംവിധാനങ്ങളും പൂർണ്ണമായും പരീക്ഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതൊരു പ്രത്യേക ഓപ്പറേഷൻ തന്നെയായിരുന്നു. JPL എഞ്ചിനീയർമാർ പിന്നീട് ഒന്നായി മാറ്റുന്നതിനായി നിരവധി ചിത്രങ്ങൾ എടുത്തു. മൊത്തം 18 വ്യത്യസ്ത കോണുകൾ. ഓരോന്നും ചുവപ്പ്, പച്ച, നീല എന്നീ 3 കളർ ഫിൽറ്ററുകളിലൂടെ പകർത്തിയെടുത്തു. ആകെ 54 ഫ്രെയിമുകൾ. ആന്റിന ഇപ്പോഴും ഭൂമിയിൽ ഉറപ്പിച്ചിട്ടില്ലാത്തതിനാൽ ഡേറ്റ ഓൺബോർഡ് മെമ്മറിയിൽ സേവ് ചെയ്തു. 1977 ഒക്ടോബർ മാസം 7-നും ഒക്ടോബർ മാസം 10-നുമാണ് ഇത് ഭൂമിയിലേക്ക് കൈമാറിയത്. എന്നാൽ പേടകം പകർത്തിയത് പുറത്തുവിടുവാൻ നാസ ധൃതി കാണിച്ചില്ല. എല്ലാറ്റിനുമുപരി ഇതൊരു സ്മാർട്ട് ഫോൺ സെൽഫി ആയിരുന്നില്ല. ഡേറ്റ ശ്രദ്ധാപൂർവം വിശകലനം ചെയ്യുവാനും അന്തിമ ചിത്രം നിർമ്മിക്കുവാനും ടീമിന് മാസങ്ങൾ വേണ്ടിവന്നു. ഇതേ സമയം ഇരട്ട പേടകങ്ങൾ തമ്മിലുള്ള ദൂരം അതിവേഗം കുറഞ്ഞു വന്നു. 1977 ഡിസംബർ മാസം 15-ാം തീയതി ഒരു ചരിത്ര പ്രധാനമായ ദിവസമായിരുന്നു. ഭൂമിയിൽ നിന്നും ഏകദേശം 106 ദശലക്ഷം മൈൽ അകലെ വെച്ച് വോയേജർ 1 അതിൻ്റെ ഇരട്ട സഹോദരനെ മറികടന്ന് മുന്നിലെത്തി. അത് എല്ലാ അർത്ഥത്തിലും മുന്നിലായി. ദൗത്യത്തിൽ സൂര്യനിൽ നിന്നും ഏറ്റവും ദൂരെയുള്ള വസ്തു. പക്ഷേ അതെങ്ങനെ സാധിച്ചു? എന്തുകൊണ്ടാണ് ആദ്യത്തെ വോയേജർ രണ്ടാമത് വിക്ഷേപിച്ചത്? വീണ്ടും എങ്ങനെയാണ് അതിന് മുന്നിലെത്തുവാൻ സാധിച്ചത്? എന്തുകൊണ്ടാണ് ഇത് ഇത്ര സങ്കീർണമാക്കിയത്? ഉത്തരങ്ങളെല്ലാം ലളിതമാണ്. 2 പേടകങ്ങൾക്കും വ്യത്യസ്തമായ യാത്രാപാതകളായിരുന്നു ഉണ്ടായിരുന്നത്. വോയേജർ 2വിൻ്റെ റൂട്ട് കൂടുതൽ സങ്കീർണവും വേഗത കുറഞ്ഞതുമായതിനാൽ അത് ആദ്യം വിക്ഷേപിക്കപ്പെട്ടു. ഇതേസമയം വോയേജർ 1 കൂടുതൽ നേരിട്ടുള്ള പാതയാണ് പിന്തുടർന്നത്. ഈ റൂട്ടുകൾ ഇന്ധന ലഭ്യത അനുസരിച്ചായിരുന്നില്ല നിർണയിച്ചത്.
പ്രധാന എഞ്ചിനുകൾ ഗ്രഹങ്ങൾ തന്നെയായിരുന്നു. 4 ഔട്ടർ പ്ലാനറ്റുകളും സന്ദർശിക്കുവാനുള്ള ആശയം സൗരയൂഥത്തിൻ്റെ ഈ ഘടനയിൽ നിന്ന് തന്നെയാണ് രൂപം കൊണ്ടത്. പലപ്പോഴും സംഭവിക്കുന്ന പോലെ അത് അവിചാരിതമായി ശ്രദ്ധിക്കപ്പെട്ടു. 1965 കാലിഫോർണിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന മൈക്കിൾ മിനോവിച്ച് ഒരു വിപ്ലവകരമായ കണ്ടെത്തൽ നടത്തി. ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു ബഹിരാകാശ പേടകത്തിന് ഇന്ധനം കത്തിക്കാതെ വേഗത വർദ്ധിപ്പിക്കുവാൻ ഒരു ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണം ഉപയോഗിക്കാമെന്ന് അദ്ദേഹം ഗണിതശാസ്ത്രപരമായി തെളിയിച്ചു. തുടർന്ന് നമ്മൾ ആദ്യം കണ്ട പോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന എഞ്ചിനീയർ ഗാരി ഗ്ലാൻഡ്രോ ഒരു കാര്യം ശ്രദ്ധിച്ചു. അത് എല്ലാവരെയും ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. നമ്മൾ വേഗത്തിൽ പ്രവർത്തിക്കണം, നമ്മളിപ്പോൾ തുടങ്ങണം. അത്യപൂർവമായ ഒരവസരം വന്നു ചേർന്നു. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒന്ന്. രണ്ടാമത് ഈ അവസരം ഉണ്ടാകില്ല. 10 വർഷത്തിലോ 50 വർഷത്തിലോ ഉണ്ടാകില്ല. 176 വർഷങ്ങൾക്കിടയിൽ മാത്രം. അതെ, 176 വർഷത്തിലൊരിക്കൽ അവയെല്ലാം സൂര്യൻ്റെ ഒരേ വശത്തേക്ക് ഒരുമിച്ച് ചേരും. 176 വർഷത്തിൽ ഒരിക്കൽ പുറംഗ്രഹങ്ങൾ ഒരു അത്യപൂർവ രൂപീകരണത്തിൽ അണിനിരക്കും. അത് ഗുരുത്വാകർഷണ സഹായ തന്ത്രങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് അനുവാദം നൽകും. ഇതാണ് ഒരു ബഹിരാകാശ പേടകം ഒരു ഗ്രഹത്തോട് വളരെ അടുത്തുകൂടി എന്നാൽ ഒരു ടാൻജൻ്റായി കടന്നു പോകുന്നത്. ഇത് ഉയർന്ന വേഗതയിലും ചെയ്യണം. കൃത്യമായി ചെയ്താൽ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണം ഒരു കവണ അല്ലെങ്കിൽ ട്രാംപോളിൻ പോലെ പ്രവർത്തിക്കും. നിങ്ങൾ വ്യാഴത്തെ ശരിയായ രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ വ്യാഴം പേടകത്തെ ഗുരുത്വാകർഷണപരമായി പിടിച്ച് ഒരു കവണ പോലെ വലിച്ചെറിയും. വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രക്കിലേക്ക് ഒരു പന്ത് എറിയുന്നത് സങ്കല്പിക്കുക. പന്ത് തെറിച്ചു പോവുകയും മുമ്പത്തേതിനേക്കാൾ വേഗതയിൽ പറന്നു പോവുകയും ചെയ്യും. ട്രക്കിൻ്റെ ആക്കം കുറച്ചെടുത്ത പോലെ ബഹിരാകാശ പേടകവും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് ഗ്രഹത്തെ കടന്നു പോവുകയും അതിൻ്റെ ഭ്രമണപഥ ഊർജത്തിൻ്റെ കുറച്ച് ഭാഗം എടുക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഇന്ധനം ഉപയോഗിക്കാതെ തന്നെയാണ് സംഭവിക്കുക. ഭൗതികശാസ്ത്രവും അതീവ കൃത്യമായ കണക്കുകൂട്ടലുകളും മാത്രം. തുടർന്ന് പേടകം അടുത്ത ഗ്രഹത്തിലേക്ക് പറക്കുകയും തന്ത്രം വീണ്ടും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നു. മൊത്തത്തിൽ 4 തവണ. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അങ്ങനെ 1977 ഒരു ബഹിരാകാശ പേടകത്തിന് വ്യാഴത്തിലൂടെ പറന്ന് ശനിയിലേക്കും യുറാനസിലേക്കും ഒടുവിൽ നെപ്റ്റ്യൂണിലേക്കും പോകുവാൻ കഴിയുമെന്ന് അദ്ദേഹം അങ്ങനെ കണ്ടെത്തി. എല്ലാം ആ ക്രമത്തിൽ തന്നെ. വോയേജർ പാതകൾ ഒടുവിൽ ഇങ്ങനെയായിരുന്നു. വോയേജർ 2 വിക്ഷേപണം സൗര കേന്ദ്രീകൃത ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുന്നു. വ്യാഴത്തിന് അരികിലൂടെയുള്ള പറക്കൽ. ഗുരുത്വാകർഷണ സഹായം ഉപയോഗിച്ച് അതിൻ്റെ പാത ശനിയിലേക്ക് മാറ്റുന്നു. ശനിക്കടുത്തുള്ള മറ്റൊരു ഗുരുത്വാകർഷണ സഹായം ഉപയോഗിച്ച് അതിൻ്റെ പാത വീണ്ടും ക്രമീകരിക്കുന്നു. യുറാനസിലേക്ക് തിരിയുന്നു. യുറാനസിൽ മറ്റൊരു തന്ത്രം. നെപ്റ്റ്യൂണിലേക്ക് അല്പം ചെരിഞ്ഞ പാത. നെപ്റ്റ്യൂണിൻ്റെ ധ്രുവത്തിലൂടെയുള്ള പറക്കൽ. ഗ്രഹതലത്തിന് 48 ഡിഗ്രി താഴെയായി കുത്തനെയുള്ള ഒരു ഗുരുത്വാകർഷണ സഹായ ഡൈവ്. നെപ്റ്റ്യൂണിന് ശേഷം കൂടുതൽ തന്ത്രങ്ങളില്ല. വോയേജർ 2 അങ്ങനെ സൗരയൂഥത്തിൻ്റെ പുറത്തേക്ക് പോകുന്നു. വോയേജർ 1ൻ്റെ വിക്ഷേപണം സൗര കേന്ദ്രീകൃത ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കുന്നു. വ്യാഴത്തിന് അരികിലൂടെയുള്ള പറക്കൽ. ഗുരുത്വാകർഷണ സഹായം ഉപയോഗിച്ച് അതിൻ്റെ പാത ശനിയിലേക്ക് മാറ്റുന്നു. ശനിക്കും ടൈറ്റനും സമീപം ഇരട്ട ഗുരുത്വാകർഷണ സഹായം ഉപയോഗിച്ച് അതിൻ്റെ പാത ഗ്രഹതലത്തിന് 35 ഡിഗ്രി മുകളിലേക്ക് കുത്തനെ വലിച്ചെറിയുന്നു. ശനിക്ക് ശേഷം വലിയ സഹായങ്ങളൊന്നുമില്ല. വോയേജർ 1 അങ്ങനെ സൗരയൂഥം വിട്ട് പറന്നു പോകുന്നു. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവ് ഇന്ധനം ലാഭിക്കുന്നതിനേക്കാൾ വലുതായിരുന്നു. ഇത് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. ഓരോ ഗുരുത്വാകർഷണ സഹായവും പേടകത്തിന് വേഗത വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഗതി ഗണ്യമായി മാറ്റുകയും ചെയ്യുന്നു. ഈ ഗുരുത്വാകർഷണ കവണകളല്ലാതെ പേടകത്തിന് ഇത്രയും വൈവിധ്യത്തോടെ സഞ്ചരിക്കുവാൻ കഴിയുമായിരുന്നില്ല. എൻജിൻ പവറും ഇന്ധന ലഭ്യതയും അത്തരം പ്രകടനത്തിന് ഒട്ടും മതിയായിരുന്നില്ല. ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ച് വോയേജർ 2 വെറും 12 വർഷങ്ങൾ കൊണ്ടാണ് നെപ്റ്റ്യൂണിൽ എത്തിയത്. ഇവയില്ലായിരുന്നുവെങ്കിൽ യാത്രയ്ക്ക് 25 മുതൽ 30 വർഷങ്ങൾ വരെ എടുക്കുമായിരുന്നു. അതായത് 18 വർഷം വരെ വ്യത്യാസം. ഗ്രഹങ്ങൾ കൃത്യമായി അണിനിരക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപകട സാധ്യത വളരെ വലുതായിരുന്നു. മുൻപ് ഇത്തരത്തിലുള്ള അവസരം വന്നപ്പോൾ നെപ്പോളിയൻ യൂറോപ്പിലെ തൻ്റെ വിജയം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അമേരിക്ക 16 സംസ്ഥാനങ്ങളുള്ള ഒരു ചെറിയ റിപ്പബ്ലിക് ആയിരുന്നു. റെയിൽവേ ഇല്ല, ടെലിഗ്രാഫ് ഇല്ല. അങ്ങനെ നമുക്ക് ഇന്നറിയാവുന്ന ഒന്നും തന്നെ ഇല്ലാതിരുന്ന കാലഘട്ടം. ഈ അവസരത്തിൽ ഇത് നടന്നില്ലായിരുന്നു എങ്കിൽ അടുത്ത അവസരം എന്നത് 22-ാം നൂറ്റാണ്ടിലായിരുന്നു. 2152 മാത്രമേ ഇതുപോലെ ഗ്രഹങ്ങളെല്ലാം ഒരേ നിരയിൽ വരൂ.
എന്നാൽ രണ്ടാമത്തെ അവസരത്തിനായി കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വിക്ഷേപണത്തിന് ശേഷമുള്ള എല്ലാ വെല്ലുവിളികൾക്കിടയിലും 2 പേടകങ്ങളും സ്ഥിരമായി വ്യാഴത്തിലേക്കുള്ള പാതയിലായിരുന്നു. 2 ആളില്ലാത്ത വോയേജർ പേടകങ്ങളിൽ ഒന്ന് വ്യാഴത്തിലേക്കുള്ള യാത്രാമധ്യേ എടുത്ത ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ചിത്രമാണ് ഇപ്പോൾ കാണുന്നത്. 1978 ജനുവരി 10 നാസ ഈ യുഗപരമായ ചിത്രം പുറത്തിറക്കി. ഭൂമിയെയും ചന്ദ്രനെയും ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ കാണിക്കുന്ന ഒരു ബഹിരാകാശ പേടകമെടുത്ത ആദ്യത്തെ ചിത്രം. JPL ലാബിൽ അവർ ചിത്രങ്ങൾ പ്രോസസ് ചെയ്തു. 3 കറുപ്പും വെളുപ്പും ഫ്രെയിമുകൾ, ഓരോന്നും ചുവപ്പ്, പച്ച, നീല എന്നീ കളർ ഫിൽറ്ററുകളിലൂടെ കടത്തിവിട്ട് ഒരു പൂർണ്ണ കളർ ചിത്രമായി സംയോജിപ്പിച്ചു. എന്നാൽ അതുമാത്രം പോരായിരുന്നു. ചന്ദ്രന് ഭൂമിയേക്കാൾ മങ്ങൽ കൂടുതലാണ്. അതിനാൽ ചിത്രത്തിൽ നഷ്ടപ്പെടാതിരിക്കുവാൻ അതിൻ്റെ തെളിച്ചം 3 ഇരട്ടിയാക്കി. ഇതൊരു പബ്ലിക് റിലീസ് തന്ത്രമായിരുന്നില്ല. ഈ ഫോട്ടോയുടെ നിലനിൽപ്പ് തന്നെ വോയേജർ 1ൻ്റെ ക്യാമറകളും ഡേറ്റ സ്റ്റോറേജ് സംവിധാനങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഭാവിയിലെ നേട്ടങ്ങൾക്കായി തയ്യാറാണ് എന്നും സ്ഥിരീകരിച്ചു. അതുതന്നെ ഒരു അവിശ്വസനീയമായ നേട്ടമായിരുന്നു. കാരണം 2025ൻ്റെ കാഴ്ചപ്പാടിൽ അക്കാലത്ത് അത്തരത്തിലൊരു ദൗത്യം എങ്ങനെ സാധ്യമായി എന്ന് മനസ്സിലാക്കുവാൻ പോലും നമുക്ക് പ്രയാസമാണ്. ഇനി നമ്മളെ കാത്തിരിക്കുന്നത് ഇതിലും അത്ഭുതകരമായ കാഴ്ചകളാണ്. ജൂപ്പിറ്റർ, അവിശ്വസനീയമായ വ്യാഴത്തിൻ്റെ പ്രഭാവം. വ്യാഴത്തിന് ചുറ്റിലും മറ്റൊരു സൗരയൂഥം എന്ന പോലെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന അനേകം ഉപഗ്രഹങ്ങൾ. സാറ്റേൺ, ചുറ്റിലുമുള്ള അത്ഭുത വളയങ്ങൾ. ശനിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന വിചിത്ര ചന്ദ്രന്മാർ. തണുത്തുറഞ്ഞ് നീല നിറത്തോടു കൂടിയ വിചിത്ര ലോകങ്ങളായ യുറാനസും നെപ്റ്റ്യൂണും. നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാളും ഒരുപാട് ദൂരത്തിലുള്ള സൂര്യൻ്റെ പ്രകാശശൂന്യതയും കഴിഞ്ഞുള്ള നമ്മുടെ സൗരയൂഥത്തിൻ്റെ അതിർത്തി. ഈ വഴിത്താരകളിൽ വോയേജർ കണ്ട അത്ഭുതപ്പെടുത്തുന്ന അനേകം കാഴ്ചകൾ. വോയേജർ കേട്ട വിസ്മയിപ്പിക്കുന്ന ശബ്ദങ്ങൾ.